ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാമാണ്? ഇന്ന് എൻ്റെ ഹസ്ബൻഡാണ് കറിയാക്കിയത്. ബീഫ് കറിയാണ്. ബീഫ് ഞാൻ കഴുകിയിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലകളെല്ലാം ഇട്ടിട്ട് ഞാൻ വേവിച്ച് കൊടുത്ത് ആൾ കറിയാക്കി. നല്ല അടിപൊളി ഗ്രേവി രൂപത്തിലുള്ള കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആൾ കറിയാക്കിയതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഇതാണ് അവസ്ഥ. തേങ്ങ ഇവിടെ പാലെടുത്തിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. തേങ്ങാപ്പാൽ കറി എന്തൊക്കെയാണ് ആക്കിയത് എല്ലാം എവിടെയാണോ കിട്ടുന്നത് അവിടെയെല്ലാം വലിച്ചിടും. ആകെ അത്ര സ്ഥലമില്ല, ചെറിയ കിച്ചണാണ് ഞങ്ങളത്. ചെറിയ ഒരു കിച്ചണാണ്. ആ കിച്ചണിൽ മാക്സിമം എവിടെയെല്ലാം വലിച്ചിടാൻ പറ്റും അവിടെയെല്ലാം ആൾ വലിച്ചിടും. പക്ഷേ ചെറിയ കിച്ചണായതുകൊണ്ട് എനിക്ക് വൃത്തിയാക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല, കാരണം പെട്ടെന്ന് വൃത്തിയാക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെയാണ് എല്ലായിടത്തും. ഇതാ കത്തിയൊക്കെ എന്താ ഇത് കത്തിയൊക്കെ അങ്ങ് വലിച്ചിട്ടിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കും. പക്ഷേ കിച്ചണിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. എന്തെങ്കിലും കറിയൊക്കെ പലയിടത്തും ഇത് മറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനതുകൊണ്ട് പെട്ടെന്ന് വൃത്തിയാക്കി. ചെറിയ കിച്ചണായതുകൊണ്ട് പെട്ടെന്ന് വൃത്തിയാക്കാൻ പറ്റും. അതുകൊണ്ട് പെട്ടെന്ന് വൃത്തിയാക്കി. ഫ്ലോർ ഞാൻ കാണിച്ചു തരാത്തതാണ്, കാരണം ഉള്ളീൻ്റെ തൊലിയൊക്കെ അങ്ങ് പറന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.